It was at this moment that he knew. He fucked up. വർക്കായി. ആ തേങ്ങ കൊല. അപ്പൊ എല്ലാവർക്കും നമ്മുടെ മലബാർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പിന്നെ വന്നിരിക്കുന്നത് ഡ്രൈവിംഗ് എംപയർ എന്ന് പറയുന്ന ഗെയിമായിട്ടാണ്. എന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഈ ഗെയിമിനെ പറ്റി, അതിനെപ്പറ്റി ഒരു ഓവറോൾ ഐഡിയ തരാൻ വേണ്ടി. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ മറന്ന ഒരു വണ്ടിയായത് കോൺസെക്കിന്റെ റെഗേറ. ഇതും ഞാൻ മേടിച്ചു വെച്ചിട്ടുള്ളത് കുറച്ചാളായി മേടിച്ചിട്ട്. ഇത് ഓടിക്കാൻ കണ്ടോ, റിയർ വീൽ ഡ്രൈവാ, പിന്നെ ഒറ്റ ഗിയർ ഉള്ളു. നല്ല രസം ഇത് ഓടിക്കാൻ. അതുകൊണ്ട് പിന്നെ നല്ല ലുക്കും അല്ലേ, ഒരു ഹ്യൂജ് ലുക്കാ, ഭയങ്കര വലിപ്പമുള്ള ഒരു വണ്ടി പോലെ തോന്നുന്നു. പിന്നെ ഇത് അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് വലിയ സ്പീഡൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കണം. അപ്പൊ അതിന് ഇപ്പൊ നമുക്ക് ഇവന്മാരെ ഒന്ന് പിടിക്കാം, ഈ പോലീസുകാരെയൊക്കെ. പോലീസുകാരല്ല, ഈ കള്ളന്മാരെയൊക്കെ ഒന്ന് പിടിക്കാം. എന്നിട്ട് നമുക്ക് മോഷ്ടിക്കാൻ ഇറങ്ങണം. കള്ളന്മാരെ പിടിച്ചിട്ട് നമ്മൾ മോഷ്ടിക്കാൻ ഇറങ്ങാം. അത് തന്നെ. അപ്പം കാരണം ഈ ഗെയിമിൽ ഇപ്പൊ മോഷ്ടിക്കുന്നതാണ് പോലീസായിട്ട് പിടിക്കുന്നതിനേക്കാൾ ഇച്ചിരി എളുപ്പം തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്തവണ ഈ വീഡിയോയിൽ മോഷ്ടിച്ചിട്ട് നമുക്ക് ഒരു അത്യാവശ്യം എമൗണ്ടെങ്കിലും ഒപ്പിക്കണമെന്ന്. അതിന് മുമ്പ് നമുക്ക് ഇവന്മാരെ ഒന്ന് നോക്കാം. കിട്ടിയില്ല. കിട്ടി. ഓ, അവൻ ലെഫ്റ്റ് ആയിപ്പോയി, അതാ. ഇതിപ്പം ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ലൈക്ക് നമ്മളിപ്പോ പിടിക്കാൻ വന്നു കഴിയുമ്പം അവർ ലെഫ്റ്റ് ആയിട്ട് അവരുടെ പാട്ടിന് പോകും. അവന്മാർക്കും കാശ് കിട്ടത്തില്ല, നമുക്കൊട്ടും തരത്തുമില്ല. ഭയങ്കര കഷ്ടം തന്നെ. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കുറെ ഒന്ന് പിടിക്കാൻ വരും, നമുക്കൊട്ടും തരത്തുമില്ല, അവന്മാർക്ക് കിട്ടത്തുമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ പിക്കപ്പ് പൊളിയാണ്. എന്നാ പോകാൻ പോകുന്നുണ്ട് 200-210 പോകുന്നത്. പിന്നെ നമുക്ക് ഇന്റർവ്യൂ ഇല്ല. ഇന്റീരിയർ ഇതാണ്ടേ, അകത്തിരുന്ന് കണ്ടാല് ഇങ്ങനെ ഇരിക്കും. ആ പോസ്റ്റൊന്നും നമ്മൾ കാര്യമാക്കണ്ട, അതൊക്കെ ഓടിക്കാൻ അറിയാതെ പ്രശ്നമാണ്. അപ്പൊ ഈ അകത്തുനിന്ന് ഓടിക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. ജസ്റ്റ് മിസ് ഇപ്പൊ ആ പോസ്റ്റെല്ലാം കൊണ്ട് കയറ്റി. പോസ്റ്റുകൾ പണ്ടേ എനിക്കൊരു വീക്ക്നെസ്. അപ്പൊ നമുക്കിനി ഈ കള്ളന്മാരെ മൊത്തം പിടിക്കണം, അതാണ് ഇനിയുള്ള ടാസ്ക്. എന്നിട്ട് നമ്മൾ മോഷ്ടിക്കാൻ ഇറങ്ങാൻ പോവാണ്. ഏതാ പിന്നെ എന്റെ പൊന്നളിയ. പോലീസ് കൊണ്ട് ഞാൻ മോഷ്ടിക്കാൻ ഇറങ്ങിയേക്കുന്നത്. അതുകൊള്ള അപായ ബുദ്ധി തന്നെ, മനസ്സിലാകത്തില്ലെന്നാ വിചാരം. കൊച്ചു കള്ളൻ. എന്തായാലും ആ വണ്ടിക്ക് ഭയങ്കര സ്പീഡില്ല. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഈ ഗെയിമിൽ തുടങ്ങുമ്പോ തന്നെ. പോലീസ് ജോബ്സ് വന്നപ്പോ തൊട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടിയായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇപ്പം വലിയ സ്പീഡൊന്നുമില്ല. അപ്പൊ അവനെ നമ്മൾ പിടിച്ച് ഇനിയും നമ്മൾ നേരെ എന്തോ മോഷ്ടിക്കാൻ ഇറങ്ങുകയാണ് എന്നാണ് തോന്നുന്നത്. വേറെ ആരില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ മോഷ്ടിക്കാൻ ഇറങ്ങാം. യെസ്. സെർവറിൽ മൊത്തം പോലീസുകാരാ, പക്ഷേ നമുക്ക് മോഷ്ടിക്കാം. ഇങ്ങനെ പേടിച്ചിരുന്നൊരു കാര്യമില്ലല്ലോ. യെസ്, നമുക്ക് മോഷ്ടിക്കാം. നല്ലൊരു ത്രില്ലുള്ളൂ. പോലീസുകാരുള്ളപ്പോ മോഷ്ടിക്കാം. നാണ്ട് ഏറ്റി ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. യെസ്. ഇപ്പൊ ഈ ഞാൻ ഓപ്പൺ ആക്കി വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് വണ്ടി സ്പോൺ ആക്കിയിട്ട് അങ്ങ് പോകാൻ വേണ്ടിയാ. ഇതപ്പോ കണ്ട ഇങ്ങനെ മോഷിച്ചിട്ട് അപ്പൊ തന്നെ വണ്ടി എടുത്തങ്ങ് പോയി. ഈ വണ്ടിക്ക് ഭയങ്കര ആക്സലറേഷനും ആയിട്ട് പെട്ടെന്ന് അങ്ങ് പോയിക്കോളും. എന്നിട്ട് നമ്മളിങ്ങനെ ഈ ഡോളർ സിമ്പിൾ കാണിച്ചേക്കുന്നത് അവിടെ എല്ലാം ATMs ആ പോയിന്റ്സിലെല്ലാം പോയിട്ട് നമ്മൾ മോഷ്ടിക്കണം. നേരത്തെ 2000 ഒക്കെ കിട്ടത്തോളായിരുന്നു, ഇപ്പൊ ഫസ്റ്റില് 5000 ഒക്കെ കിട്ടുന്നത്. പിന്നെ ടോപ്പ് ഏറ്റവും കൂടുതൽ 10,000 വരെ ഒരു ATMത്തിൽ നിന്ന് കിട്ടത്തുള്ളായിരുന്നു. ഇപ്പൊ 15,000 കിട്ടും. അതാ ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് മോഷ്ടിക്കാൻ ഇറങ്ങുന്നത്. അത് ഒത്തിരി കിട്ടും ഇപ്പൊ ഇതില്. ഇച്ചിരി എളുപ്പമാണ് മോഷ്ടിക്കാൻ ഇറങ്ങുന്ന പരിപാടി ഇപ്പൊ. പക്ഷെ ഭയങ്കര ടെൻഷൻ അടിയുള്ള പരിപാടിയാ ഇതിപ്പം. ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരുത്തൻ കേറി വന്നാല് നമ്മുടെ കഥ കഴിയും. അപ്പം എല്ലാം നമ്മൾ പേടിച്ച് ഇരുന്ന് ചെയ്യണം. ടെൻഷന്റെ ആവശ്യമില്ല, എന്നാലും നമുക്ക് തന്നെ ഒരു ടെൻഷൻ കേറി വരും.
എങ്ങനെയാണെന്ന് ചോദിക്കരുത്, അതൊന്നും നമുക്കറിയില്ല. പിന്നെ ഇത് ഒരു ഓപ്പൺ സ്പേസ്, ഇങ്ങനെ ഓപ്പൺ സ്പേസിലൊക്കെ പിടിക്കാൻ ചാൻസസ് കുറവാ. കാരണം നമുക്ക് ഓടാനുള്ള സാധ്യത കൂടുതലാണ്. ലൈക്ക് നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടാൻ പറ്റും. വേറെ കുറെ സ്ഥലമുണ്ട്, ഒരു കടലിന്റെ മുകളിലുള്ളൊരു ഏരിയ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓടാനൊക്കെ ഭയങ്കര പാടാ. ഏതെങ്കിലും ഒരുത്തൻ ഹെലികോപ്റ്റർ ഒക്കെ പിടിച്ച് വന്നാലേ നേരെ അതിന്റെ മുകളിലോട്ടായിരിക്കും ചാടുന്നത്. ഇതിന് ഫോൾ ഡാമേജ് ഇല്ല ഈ ഗെയിമിൽ. അപ്പൊ അതിന്റെ മുകളിലോട്ട് ചാടിയത് നമ്മുടെ വണ്ടിയിലോട്ട് വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക്, ഞാൻ അവിടെ ഒന്നും പോകാറില്ല അങ്ങനെയുള്ള ഏരിയയിലൊക്കെ. അതൊക്കെ ഹൈ റിസ്കാ. അപ്പം ഇതുവരെ ആരും വന്നിട്ടില്ല. ഇപ്പൊ എത്രയായി? 1,00,000 ആയി. യെസ്. അപ്പൊ പതുക്കെ നമുക്ക് പിന്നെയും പേരെ മോഷ്ടിക്കാം. പിന്നെ അടക്കമുണ്ട്, ഇത് വണ്ടി സ്പോൺ ആക്കുമ്പോൾ റോഡിന്റെ അടിയിൽ, ഇപ്പൊ നമ്മൾ വരുന്ന ഷോറൂമിൽ കണ്ടില്ലേ ഡീലർഷിപ്പിൽ ഒരുത്തൻ റോഡിന്റെ അടിയിൽ കിടക്കുന്നത്, അതേപോലെ റോഡിന്റെ അടിയിലാണ്. ഞാൻ മാത്രമേ ഉള്ളൂ കള്ളൻ സെർവറിൽ. കുഴപ്പമില്ല, പോലീസുകാരൊക്കെ പോയെന്ന് തോന്നുന്നു. നമ്മള് മോഷ്ടിക്കാൻ ഇറങ്ങി നിറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പേടിച്ചു. ഇത് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ കുറെ മോഷ്ടിക്കണം. എന്നാലേ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു അത്യാവശ്യം ഇന്നത്തെ ഒരു ഇതിനു വേണ്ടി നമുക്ക് എന്തോ ഒരു 13 മില്യൺ ആക്കാൻ വേണ്ടിയെങ്കിലും നമുക്ക് മോഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ പോയിരുന്ന് കുത്തിയിരുന്ന് പൊട്ടിച്ചോണ്ടിരിക്കണം. അതും വേറെ ആരെങ്കിലും ഒക്കെ വന്നാൽ അതിൽ റിസ്കാ. ഇവിടെ പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ഒരു ഏരിയ, മറ്റോ അത്ര ഓപ്പൺ അല്ലാത്ത ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് വണ്ടി സ്പോൺ ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെയൊക്കെ റിസ്ക് ആണ്. ലൈക്ക് ഇപ്പൊ ആരും ഇല്ലാത്തോണ്ട് ഞാൻ കേറി, അല്ല ഞാൻ ഇവിടെ ഒന്നും കേറാറില്ല, എനിക്ക് പേടിയാ. അവിടെയൊക്കെ നമുക്ക് വണ്ടി പെട്ടെന്ന് എടുത്തോണ്ട് പോകാൻ പോലും പറ്റത്തില്ല. ഏതെങ്കിലും കമ്പിയുടെ ഒക്കെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ വണ്ടി ഇപ്പം ഈ ഗെയിമിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലിച്ച് അടിച്ചങ്ങ് ഇരിക്കും. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ സ്പോൺ ആക്കണം വണ്ടി, എന്നാലും നടക്കത്തുള്ളൂ. പിന്നെ ചില ബിൽഡിംഗ് ഉണ്ട്, നേരെ ഇടിച്ചു കയറി നേരെ ബിൽഡിങ്ങിനകത്തോട്ട് ഇടിച്ചങ്ങ് കയറി അതിനകത്ത് കുടുങ്ങി അങ്ങ് ഇരിക്കും. എനിക്കങ്ങ് ഇഷ്ടംപോലെ കാശ് പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞെന്ന് തോന്നുന്നു അതിനെപ്പറ്റി. ഇതും അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ്, പക്ഷെ ഇവിടെ മെയിൻ റോഡ് പോകുന്നത് കൊണ്ട് റിസ്ക് ആണ് വണ്ടി. ലൈക്ക് വേറെ പോലീസുകാർക്ക് വരാനൊക്കെ ഇച്ചിരി എളുപ്പമാണ്. കണ്ടോ, ഈ മെയിൻ റോഡാ. ലൈക്ക് അപ്പുറത്തെ സിറ്റി ഇപ്പുറത്തെ സിറ്റിയും കണക്ട് ആക്കുന്നത് ഈ റോഡാ. അങ്ങനെ ഒരു റിസ്ക് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മോഷ്ടിക്കാം. യെസ്. പോലീസുകാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വന്ന വണ്ടി ഉണ്ടല്ലോ, മറ്റേ ഹെനസിയുടെ തന്നെ ഒരു ഓൾഡ് മോഡൽ, പക്ഷെ അതിനും അത്യാവശ്യം പവറുള്ള ഒരു വണ്ടിയാ. വെനം GT എന്താ പേര്. അത് നല്ല പവറുള്ള ഒരു വണ്ടിയാ. ഓ, പിന്നെ ഇത് ഇലക്ട്രിക് ആയിട്ട് പെട്ടെന്ന് കയറിപ്പോയിക്കോളൂ. അത് ഇലക്ട്രിക് അല്ലാത്തോണ്ടുള്ള ഒരു പ്രശ്നമുള്ളൂ. ഇതേടാ, എന്നാ വരാ വന്നവൻ, എന്റെ മോനെ പറക്കുക. എനിക്കൊന്ന് ആ മെയിൻ റോഡ് പിടിച്ചു തന്നു, ഞാൻ ഇപ്പൊ തൊട്ട് കറങ്ങി വന്നപ്പോ തോന്നുന്നു. അതാ. മറ്റേ മറ്റേ ഹെനസ് ഇച്ചിയുടെ പവർ കൂടുതല്, പക്ഷെ ഇതിനും പവർ കുറവൊന്നുമല്ല. ഈ വണ്ടിയും തെറിക്കും. മോഷ്ടിക്കാൻ പോലും സമ്മതിക്കത്തില്ല ഇങ്ങനെ പുറകിലൊക്കെ ഉണ്ടെങ്കിലേ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഇലക്ട്രിക് ആയണ്ടേ വണ്ടി. ഓ, അല്ലെ അനങ്ങാൻ പോലും പറ്റത്തില്ല. പെട്ടേ ഒരു കുറ്റിയോടെ കൂടിയിരുന്ന ഇപ്പൊ എല്ലാം പോയേനെ. എന്റെ പൊന്നാളിയാ, ഇതാ ഞാൻ പറഞ്ഞ ടെൻഷൻ അടിക്കുന്നു. ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ നമ്മൾ ഇത്ര നേരം കുത്തിയിരുന്ന് പൊളിച്ചൊക്കെ വെറുതെ ആവും. ടെൻഷൻ അടിച്ചൊരു ഊപ്പാട് വരും. നമുക്ക് ഹൈവേ കയറ്റാ.
നെക്സ്റ്റ് എന്റെ പൊന്നോലെ കറക്റ്റ് ഒരു തുളയുള്ളായിരുന്നു, അവിടെ തുളയ്ക്കാത്ത തന്നെ കറക്റ്റ് പോയി. എന്റെ ഓരോ കാര്യം. ദേ വന്ന്. ഓ ഓ ഓ ഒരു പിന്നെ പിന്നെ ആ തുളയ്ക്കാത്ത തന്നെ കറക്റ്റ് വന്നു വീണ്. എന്തോ ഇത്? ഇതാ വന്ന് അവനും വന്നു, അവനും കറക്റ്റ് തുളയ്ക്കാത്ത തന്നെ വന്ന്. എന്റെ പൊന്നോ, നമുക്ക് തിരിച്ചാലോ വണ്ടി? യെസ്, മറ്റേ പറ്റിക്കാണ് വണ്ടി തിരിച്ച് അവനിപ്പോ ഇങ്ങോട്ട് വരും, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ അതിന് തിരിക്കുന്ന ടൈം കൂടെ വേസ്റ്റ് ആവും, ആ സമയം കൂടെ നമുക്ക് മുങ്ങാൻ പറ്റും കേട്ടാ. ആ നല്ലതാ. നമ്മളുടെ പോസ്റ്റ് ഒന്നും വെറുതെ വിടല് കേട്ടോ, കറക്റ്റ് വണ്ടി കയറ്റി പോവാം. ഈ എനച്ച് എടുത്ത് ഞാൻ ഇപ്പൊ മറ്റേത് ഭയങ്കര സ്പീഡിൽ വരുന്ന കണ്ടോണ്ട കേട്ടോ. ഈ വണ്ടിയാണെങ്കിൽ അതിന്റെ ഒരു ലെവലിലെങ്കിലും നിന്നോളൂ. പെട്ടെന്ന് സ്പീഡ് മറ്റേതിന്റെ അത്ര എടുക്കത്തില്ല. കണ്ടോ, മറ്റേതും 500ഉം 550 ഒക്കെ പോകുന്നതാ, ഇത് 700ഒക്കെ പോകും. അതുകൊണ്ട് ഇതെടുത്ത് ഇതാകുമ്പോൾ നമുക്ക് ഹൈവേയിലും കയറുവാണേലും പെട്ടെന്ന് പോകാൻ പറ്റും. മറ്റേതിന് 400 ഉള്ളു ടോപ്പ് സ്പീഡ്, മറ്റേ ഇലക്ട്രിക് വണ്ടിക്ക്. കുഴി പോവല്ലേ, കറക്റ്റ് പോണേ, ഭാഗ്യം. ഓക്കെ, ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഹെനസി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു കോൺഫിഡൻസാ. കണ്ട കേറുന്ന കേറലുണ്ട് 400ലാ വണ്ടി ഇപ്പോഴും. നേരെ നോക്കി ഒന്ന് സൈഡിലോട്ട് നോക്കിയതാ, ആ പോയനാ വെള്ളത്തി എല്ലാം തീർന്നേ. ആ ഇത് ഞാൻ ഇടയ്ക്ക് പ്രയോഗിച്ചിട്ടുണ്ടേ ഈ പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. നോക്കിക്കോ, കാണിച്ചു തരാം. ഇത്തവണ നടക്കുമെന്ന് അറിയത്തില്ല, ഇതുവരെ പക്ഷെ നടന്നിട്ടില്ല. ലൈറ്റ് ഓഫ്, യെസ്. ഇവിടെ പതുക്കെ വിളിച്ചിരിക്കാം, നിക്ക് വെയിറ്റ്. അവൻ വരും എന്തായാലും പിടിക്കാൻ, അവന്റെ ലൊക്കേഷൻ കാണി ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ് നടന്നാ സീനായിരിക്കും. വാ നടന്നാ പൊളിയായിരിക്കും, മനസ്സിലായി കാണും ചെലപ്പോ എന്തോ പരിപാടി. 3 പോലീസുകാര് സെർവറില്, എന്താ നടന്ന സീനായിരിക്കും. കൊറേ നാളെ ട്രൈ ചെയ്യുന്ന ഒരു പരിപാടിയാ, 2-3 തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. എന്തി It was at this moment that he knew. He fucked up. വർക്കായി. അപ്പുറത്ത് വോയിഡ് പോയില്ലേ അവൻ തിരിച്ചു വരും, അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ഗ്രാസ് ഏരിയ ഉണ്ട്, അവിടെ പോയി കിടക്കും. അതിയുടെ ഇറങ്ങുന്നത് കൊള്ളാം. ഇനി അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഓടണം. അവൻ അവിടെ നിന്ന് കറങ്ങി വരാൻ കുറെ നേരം എടുക്കുകയും താരക്കൂടി വേറെ എന്തൊക്കെ റൂട്ടൊക്കെ പിടിച്ച് വേണം ഇങ്ങോട്ട് വരാൻ. അല്ലെ അവൻ TP അടിക്കണം, മിക്കവാറും TP അടിക്കും. പക്ഷെ അതിന്റെ മുമ്പ് നമുക്ക് ഓടണം. വേറെ അത് കൊള്ളായിരുന്നു. അതാ വേറെ എഴുതാൻ വന്നേക്കുന്നത്. ബെസ്റ്റ് കുഴപ്പമില്ല, അവൻ അത്ര സ്പീഡില്ല, മറ്റേ നസ്കാർ കാറും കൊണ്ടാണ് വന്നേക്കുന്നത്. തേങ്ങ കൊല കറക്റ്റ് സമയത്ത് തന്നെ. പിന്നെ ഇതാണ്ട് എല്ലാം എണ്ണം കൂടെ വന്ന് കറക്റ്റ് കയറുന്നേ. കേറി ഭാഗ്യം. മറ്റേ വണ്ടിയാന്ന് തോന്നുന്നു കറക്റ്റ് കുയിലോട് ചാടിപ്പോകുന്നത്, ഇത് അത്ര സീനില്ല. ഹൈവേ കയറി ചേച്ചിക്ക് സമാധാനം വന്നു. ഈ ചുമന്നവനെ പിടിച്ചാൽ മറ്റേ നസ്കാറിന് അത്ര സ്പീഡില്ല, അപ്പം അത്ര പെട്ടെന്നൊന്നും വരാൻ സാധ്യതയില്ല. ഇനിയൊന്നും നടക്കാത്തില്ല, ഇനി മറ്റേ നമുക്ക് നേരെ പോകാൻ നല്ലത്. ഇനിയാ നടക്കത്തില്ല, അതിന് മനസ്സിലായി കാണും. ഈ ഏരിയ പക്ഷെ മൊത്തം വളവും തിരിവൊക്കെ. ഇവിടെ ഒരു ഹൈവേ ഉണ്ടേ,
അവിടെ ഞാൻ ഇടയ്ക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് വണ്ടിയുടെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഹൈവേ, സ്ട്രെയിറ്റ് റോഡ്, ഒറ്റ വളവ് പോലും ഇതാണ്ട് ഇങ്ങോട്ട് ഒറ്റ വളവ് പോലും ഇല്ല, സ്ട്രെയിറ്റാ. സോറി, ഇനി ഒരു ഒറ്റ ടേൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സ്ട്രെയിറ്റാ. അവിടെ സാധാരണ വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്തത്. നമുക്ക് എന്തായാലും മോഷ്ടിക്കുന്നതിനിടയിൽ സ്പീഡോട്ട് അങ്ങ് ടെസ്റ്റ് ചെയ്തേക്കാം. ഏത് 650, 690 വരെ ആയുള്ളൂ. ഞങ്ങ് വരെ ഉണ്ട്, ഒത്തിരി ദൂരം ഉണ്ടത്. ഒത്തിരി പുറത്തുണ്ട്. അതിന്റെ ശബ്ദം കേട്ടാ സീനല്ലേ, പടക്കം വിട്ടു. സൂപ്പർ അല്ലേ, ആ പടക്കം പൊട്ടുപോയി. നല്ല സുഖ. ഞാൻ പർപ്പിൾ കളർന്ന് വരുന്ന നൈട്രോ ആയ കേട്ടോ. ഗെയിമിൽ നൈട്രോ ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. 4,34,000 നമുക്ക്. ഓക്കെ ഗുഡ്. നമുക്കിനി 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, 5.5 മിനിറ്റ് എന്നാലേ നടക്കത്തുള്ളൂ. അതില് 2 മിനിറ്റ് അതാ റോഡ് തീർന്നു കണ്ട. അപ്പുറത്ത് ബോർഡറാ, അപ്പുറത്തോട്ട് ചെന്ന് ഇടിക്കത്തേ ഉള്ളൂ. കണ്ട, ബ്രേക്കിംഗ് ടെസ്റ്റും കഴിഞ്ഞ്. നല്ല ബ്രേക്കിങ്ങാ. 500 നേരെ വന്ന് ബ്രേക്ക് ചെയ്തേക്കുന്നു. സെറ്റ് വണ്ടി ഓവറോള്. ഞാൻ തിരിച്ചു പോവാം. അല്ല, നമുക്കൊന്ന് 100 വരെ 1 to 100 ചെയ്യണം. അല്ല, 0 to 100 100. അല്ല വേടാ, അപ്ലോഡില് വെറുതെ ഉള്ള കാറ്റിനെ കളയണ്ട. ഞാനെങ്ങാനും കയറി വന്നാലേ. വണ്ടിയുടെ അല്ല, ഡ്രൈവറിന്റെ വരെ കാര്യം. പറ്റുന്നത്ര മാക്സിമം സ്പീഡ് എത്തിക്കാൻ നോക്കണം. 570. നൈട്രോ ഇല്ലാതെ 576. വിത്ത് നൈട്രോ 210. അയ്യോ എന്റെ മോനെ, സീൻ പോലെ. ഏതാ 710 ടോപ്പ് സ്പീഡ് വിത്ത് നൈട്രോ. വിത്തൗട്ട് നൈട്രോ 576. അതും കുറവൊന്നും അല്ല. ഇനി നമുക്ക് രക്ഷപ്പെടാൻ നോക്കണം. ഇനി ഇവിടെ കൊച്ചു കളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ വന്ന് പിടിച്ചിട്ട് അവന്റെ പാട്ടിന് പോകും. ഇവിടെ തീരാത്ത ഇനിയുണ്ടോ? തീർന്നു. അയ്യോ 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 അയ്യോ. എന്ത് ഈ മാപ്പ് അത്യാവശ്യം എനിക്ക് കാണാൻ അറിയാം, അതുകൊണ്ടാ ഇങ്ങനെ പോകുന്നത്. അത്യാവശ്യമൊക്കെ അറിയാം. അയ്യോ, ആരും കാണുന്നില്ല കേട്ടോ ഇതുവരെ ഹൈവേ തന്നെ ആയോണ്ടായിരിക്കും. ഹൈവേ കയറി കാണുന്നില്ല ഇതുവരെ, ആരും കണ്ടില്ല. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മള് കാശും കൊണ്ട് ഓടുന്നത്. നിന്ന് നോക്കിയല്ലോ. വേണ്ട. ഇനിയിപ്പോ ഞാൻ മാനുവലിലോട്ട് മാറ്റി കേട്ടോ വണ്ടി. ഇത് മാനുവലിൽ ഓടിക്കാൻ പറ്റും. അല്ല, ഈ വണ്ടി ഗെയിമിൽ മാനുവലിൽ ഓടിക്കാൻ പറ്റും. കണ്ടോ, ഇതില് ഗിയർ മാറ്റിയപ്പോ ഗിയറിന്റെ അവിടെ M1 M2 എന്നൊക്കെ കാണിച്ചു. മാനുവലിലോട്ട് മാറ്റിയതാ. അപ്പം നമുക്ക് എന്ത് മാറ്റി. ഓക്കെ, ശീലമില്ലേ അതാ. അപ്പൊ നമുക്ക് ഇത് മാറ്റി നമ്മുടെ അനുസരിച്ച് നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഗിയർ മാറ്റിപ്പോ കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി, ലൈക്ക് ഓടിക്കുമ്പോ ഒരു പഞ്ച് കിട്ടും നമുക്ക് ഗിയറൂടെ മാറ്റുമ്പോഴത്തേക്ക്. പ്രത്യേകിച്ച് ആ ഇരപ്പൂടെ കേൾക്കുമ്പോ ഗിയർ മാറ്റുമ്പോഴത്തേക്ക്. ഏത് ഗിയറേ ഉള്ളു. വിട്ടന്നേരം നമസ്കാറിന്റെ ഇവിടെ നമുക്ക് പോയി ഒന്ന് കറങ്ങിട്ട് വരാം. ഗിയറൊക്കെ ഒന്ന് നോക്കിട്ടെ. ഏത് ഓക്കെ, സേഫ് ലാൻഡ്.
ഇനി തിരിച്ചു പോവാം. ആരെയും കാണുന്നില്ല കേട്ടോ, എല്ലാം പോയെന്ന് പിടിക്കാൻ പറ്റാതെ. അയ്യോ, നമുക്കിനി അങ്ങോട്ട് പോയിട്ട് എന്നിട്ടും ആരെയും കണ്ടില്ല, തിരിച്ചു കയറണം. തിരിച്ചു വന്ന് പിന്നെ അങ്ങോട്ട് പോകണം. ഇതിന് എത്ര നേരം ഉള്ളയോ? 1 മിനിറ്റ് 20 സെക്കൻഡ്. അത്ര നേരം ഇനി ഓടിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലൂട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. അയ്യോ എന്റെ പൊന്നളിയാ, എന്റെ അമ്മ, എന്തിപ്പോ നടന്നേ? ഓ ഭാഗ്യം, വെള്ളത്തിലൊന്നും പോയില്ല. വെള്ളത്തിലൊക്കെ പോയിരുന്ന എപ്പ ചത്തേനെ, ഉള്ള കാശോടെ പോയേനെ. ആരും കാണുന്നില്ലല്ലോ, ഇത്ര നേരം നിർത്തിയിട്ടത്. പക്ഷെ ഒരു ത്രില്ലില്ല, ഒരു കുമ്പില്ല. ഛെ, 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 ഛെ. അല്ലല്ല, അല്ലല്ല, ഏയ് അവൻ റേസ് കളിക്കാൻ ഇല്ല. ഗിയർ മാറ്റി, ഗിയർ മാറ്റി, ഗിയർ മാറ്റി എന്നൊക്കെ ഏ ഏ ഓരോ ഗിയറിലും ടോപ്പ് സ്പീഡ് അറിയാം. 441 6ാമത്തെ ഗിയറിൽ. 7ാമത്തെ ഗിയറിൽ പിന്നെ അറിയാലോ, 576 വിത്ത് നൈട്രോ 710. ഏതാ നമ്മൾ പിന്നെ നസ്കാറിന്റെ അവിടെ എത്തിയിരിക്കുന്നു. ഓടാ, അതാ പോയി. ഇവിടെ ഷക്കായിരുന്നു. കിട്ടി, നമുക്ക് നമ്മുടെ കാശ് കിട്ടി. നമ്മള് യൂട്ടേൺ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാശ് കിട്ടി, കാശ് കിട്ടി. ഏകദേശം 13 മില്യൺ ആവാറായി. ഏകദേശം 13ആയി. നമ്മുടെ ഗോൾ ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആയി. ലൈക്ക് ഇപ്പം നമുക്ക് എന്തുവാ, നമ്മൾ തുടക്കത്തിൽ ഒരു കുറച്ച് ആൾക്കാരെ പിടിച്ചില്ലായിരുന്നു പോലീസ്. അല്ല, പോലീസായിട്ട് കുറച്ച് ആൾക്കാരെ പിടിച്ചില്ലായിരുന്നു, ക്രിമിനൽസിനെ. അപ്പം ക്രിമിനൽസിനെ പിടിച്ചപ്പോൾ അതിന്റെ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു ഏകദേശം അതിന് 65,000 കിട്ടിയ 13ആകും. 65,000 കുഴപ്പമില്ല, നമുക്ക് റൗണ്ട് ഓഫ് ആക്കിയപ്പോൾ 13ആയി. അത് മതി. പയ്യന് 65,000 ഇതിനു വേണ്ടിയുടെ പണിയെ. മറ്റേ 11 ഹൈവേന്ന് ചാടിപ്പോയത്, അത് സീൻ സാധനമായിരുന്നു. അവനിനി ആ ഏരിയ മറക്കത്തില്ല, ഇനി ഒരിക്കലും അത് മറക്കത്തില്ല. പിന്നെ ആകെ നമ്മുടെ സെർവറിൽ ഇപ്പൊ 4 പേരേ ഉള്ളൂ. പോലീസുകാരെല്ലാം പോയായിരുന്നു, ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ പോലീസ്. അപ്പം ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വേറെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ, ഇമ്പ്രൂവ്മെന്റ്സ് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ നമുക്ക് സെറ്റാക്കാം. പിന്നെ നമ്മളിപ്പം യൂട്യൂബ് ഈ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ് നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിന് വേണ്ടി. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്.